ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ദേവ്ജിയും അതുപോലെ തന്നെ കൺമണി കൂടി സംസാരിക്കാട്ടോ ചെയ്യുന്നത്. കൺമണി ഇനി ഒരിക്കൽ തന്നെ കൺമണി ടെൻഷൻ അടിക്കേണ്ട. ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി തന്നെ കൺമണിയുടെ ജീവിതം മാറിയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. കാരണം ഇന്നാണ് ആ ഒരു ആധാരം തിരിച്ചെഴുതി കൊടുക്കുന്നത് കേട്ടോ കൺമണിക്ക്. അതോടുകൂടി ഒരുപാട് സന്തോഷമാണ്. ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ നമ്മുടെ ദേവ്ജി. പിന്നെ വരുണാണെങ്കിലോ ധനലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ആ ഒരു കരീം സാഹിബിന് ആ സ്ഥലം എഴുതി കൊടുക്കാനായിട്ട് പോകുന്ന വീടൊക്കെ, അതുകൊണ്ട് തന്നെ ഇനി അവരുടെ രീതിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അവർ പോകാൻ പറഞ്ഞ് നിങ്ങൾക്ക് പോകണം. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ 101 പവനും 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നു കേട്ടോ എന്ന് പറയട്ടോ. അയ്യോ എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. അങ്ങനെ വരുന്ന ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന ക്രിമിനൽ ലോയറിനെയും അതുപോലെ നമ്മുടെ ബലരാമനെയാട്ടോ. അല്ലെ, ബലരാമനാണെങ്കിൽ ദേഷ്യവും വാശിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാഗർ വരുന്നുണ്ട്. സാഗറിനെ തീർക്കാനുള്ള ഒരു മനോനിലയിലായി നിൽക്കട്ടോ ബലരാമൻ. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അടുത്തേക്ക്, വരുണിൻ്റെ അച്ഛനോടുണ്ട് കരീം സാഹിബ് അങ്ങോട്ട് വരുന്നു കേട്ടോ. കരീം സാഹിബ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുണിനോട് ആ ഒരു ആധാരം തിരിച്ചെഴുതി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് രജിസ്ട്രേഷൻ നടക്കാനായിട്ട് പോകുന്നു കേട്ടോ. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ തീരുമാനമാവാണ്. കൺമണിക്ക് വീടും സ്ഥലം തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നു. ഇതറിഞ്ഞ നമ്മുടെ ധനലക്ഷ്മി, കൺമണിക്കാണ് കിട്ടണമെന്ന് അറിയില്ലല്ലോ, അത് കാരണം തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. ആ 101 പവനും 10 ലക്ഷം രൂപയും തിരിച്ച് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അമ്മായിമാർ തടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും കൺമണിക്ക് ആ വീടും എല്ലാ സ്ഥലങ്ങളും തിരിച്ചെഴുതി എന്തായാലും കരീം സാഹിബ് കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കൺമണിക്ക് ഇന്ന് നല്ല കാലമാണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ കഴിയുന്ന എപ്പിസോഡായിട്ട് നമുക്ക്